ഇപ്പോൾ ഒരു ന്യൂസ് 18 ചർച്ചയ്ക്കിടയിൽ ഒരു BJP വക്താവായ മുൻ ABVP നേതാവായ പ്രിന്റു മഹാദേവ്, അതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു നേതാവായി, അതായത് 50+ ആയിട്ട് പോലും എല്ലാവരും യുവ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് പരസ്യമായി ഒരു പ്രസ്താവന പറഞ്ഞു. പക്ഷെ അതിനെതിരെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം വന്നിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് പോലീസ് കേസെടുക്കണം, സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കേസാണ് എന്ന് പറയുന്നത്. എന്നിട്ടും ഇതുവരെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് അതിനെതിരെ ഒരു ചൂണ്ടുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ BJP സപ്പോർട്ട് ചെയ്യുന്നതാണ്, CJP ആണ് കേരളത്തിലുള്ളത് എന്ന് പല സ്ഥലത്തു നിന്നും ആരോപണം വരുന്നുണ്ട്. അതിനെ ശരിവെക്കുന്നത് തന്നെയല്ലേ ഈ ഒരു സംഭവം? തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ 50+ ആയിട്ടും രാഹുൽ ഗാന്ധി യുവ നേതാവെന്നാണ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുന്നത്. അതിലൊരു ശരി എന്താന്ന് വെച്ചാൽ, പ്രായമല്ല ഒരാളുടെ യൗവനം തീരുമാനിക്കുന്നത്, ഒരാളുടെ പുരോഗമന ചിന്തയാണ്. അയാൾ എത്രത്തോളം യൗവന തീക്ഷ്ണമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്, ദീർഘവീക്ഷണത്തോടെ വിലയിരുത്തുന്നത് എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്നും നെഹ്റുവിനെ അഡ്രസ്സ് ചെയ്ത് പരാജയപ്പെടുത്താൻ സംഘപരിവാറിന് പറ്റുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രായമല്ല, രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളാണ്, അയാളുടെ രാഷ്ട്രീയ നിലപാടുകളാണ്, പോരാട്ടമാണ് അയാളുടെ യുവത്വം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളുടെ ഏറ്റവും വലിയ ഹീറോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. ബോളിവുഡ് നായകന്മാരെക്കാൾ വലിയ അക്സെപ്റ്റൻസ് രാഹുൽ ഗാന്ധിക്ക് ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്നു. ഒരു കാലത്ത് നരേന്ദ്രമോദിയെ സെലിബ്രേറ്റ് ചെയ്ത ആളുകൾ പോലും ഇന്ന് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും വിശ്വാസ്യതയുള്ള നേതാവായിട്ട് അംഗീകരിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ ഒരു മെറിറ്റാണ്. ആ രാഹുൽ ഗാന്ധിയുടെ ട്രാൻസ്ഫർമേഷൻ, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ശീലിച്ച BJPക്കാർക്ക് ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിൻ്റെ ഭാഗതയും തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രതിപക്ഷ ശക്തിയായി മാറിയ രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമാണ് പ്രിന്റു മഹാദേവിൻ്റെ പ്രസ്താവന. തീർച്ചയായിട്ടും ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ വൈകാരികമായി സംസാരിക്കുമ്പോൾ വാക്കുപിഴയൊക്കെ പറ്റാം. ഇത് അങ്ങനെ പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറ്റിയതാണെങ്കിൽ അവരത് തിരുത്തുമായിരുന്നു. ഇതുവരെ തിരുത്തിയതായിട്ട് കാണുന്നില്ല. അത് മാത്രമല്ല, നെഞ്ചിലേക്ക് നിറയൊഴിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു നാക്കുപിഴയല്ല. കാരണം അത് പറഞ്ഞ് ശീലിച്ചതിൻ്റെ തനിയാവർത്തനമാണ്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷവും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്നു, 75ാം വാർഷികം ആഘോഷിക്കുന്നു ഒക്കെ BJP പ്രചരണം നടത്തുന്ന സമയത്ത് പോലും മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നതിൻ്റെ പുനരാവിഷ്കരണം നടത്തുന്നത് ആഘോഷിക്കുന്ന സംഘപരിവാറുകാർ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ ഒരുപാട് കൊതിക്കുന്ന സംഘപരിവാറുകാർ ഈ രാജ്യത്തുണ്ട്. കാരണം അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റില്ല. അതിനുള്ള ബലം അവരുടെ ആശയത്തിനില്ല. കോൺഗ്രസിൻ്റെ ആശയത്തോളം ദൃഢത സംഘപരിവാറിൻ്റെ ആശയത്തിനില്ല. അതുകൊണ്ട് അവർക്ക് പറ്റുന്ന പണി, പണ്ട് ഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ച ആ സംഘപരിവാറിൻ്റെ തോക്ക് കൊണ്ട് വീണ്ടും തീ തുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് അവർ ഇന്നും ചെയ്യും, അവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ, വർഗീയ കലാപങ്ങളിലൂടെ, വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ ഇന്നും സംഘപരിവാർ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തനിയാവർത്തനം മാത്രമാണ് പ്രിന്റുവിൻ്റെ സംസാരത്തിലൂടെ വന്നത്. അയാളത് തിരുത്താത്തോടത്തോളം കാലം, അയാൾക്കതിൽ ഖേദമില്ലാത്തടത്തോളം കാലം, BJPക്ക് അതിൽ ഖേദമില്ലാത്തടത്തോളം കാലം അവരുടെ ആശയപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ കൊതിക്കുന്ന മനസ്സിനുടമകളാണ് BJPക്കാർ. അതിലൊരു സംശയവും വേണ്ട. ഇവിടുത്തെ പ്രശ്നം, BJPക്കാർ ഇത് പറയുന്നു നമുക്കറിയാം. പക്ഷെ BJPക്കാർ ഇത് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളത് മാറ്റി നിർത്തുക, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, ഒരു ഭരണഘടനാ സ്ഥാപനം, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു കൊല്ലാൻ മടിക്കില്ല എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുക്കാനായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് എന്തുകൊണ്ടാണ് വായിക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അവിടെ നമ്മൾ പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ വൽകൃതമായി. RSSകാർ പരസ്യമായി യോഗം ചേരുന്ന പോലീസ് വകുപ്പിൽ നീതി ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊല്ലാം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അവരും ആഗ്രഹിക്കും. കാരണം കോൺഗ്രസ് വിമുക്ത കേരളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന CPMന്, കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന BJPയെ പിന്തുണയ്ക്കാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പണ്ട് BJPക്കാർ പറഞ്ഞ് പഴകിയ ആ ആക്ഷേപം പിണറായി വിജയൻ ഇവിടെ വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ. അതായത് പിണറായി വിജയൻ ഇപ്പോഴും BJPയുടെ തടവറയിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഘപരിവാറുകാർക്കെതിരെ കേസെടുക്കാൻ പറ്റുന്നത്. ഇത് പ്രിന്റു മഹാദേവ് മാത്രമല്ല, PC ജോർജ് നിരന്തരം നടത്തുന്ന വർഗീയ വിഷലിപ്ത പ്രചരണങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ലല്ലോ.
അതായത് കോടതിയിൽ നിന്ന് കിട്ടുന്ന ജാമ്യ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട്, ജാമ്യ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ തന്നെ അയാൾ കേസിന് വിധേയമാക്കപ്പെടേണ്ട ആളാണ്. അങ്ങനെ പോലും കേസെടുക്കാൻ വകുപ്പില്ല. കേരളം കണ്ട ആസ്ഥാന വർഗീയ വിദ്വേഷ പ്രചാരകനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തിരുത്തിയിട്ട് കൈ പിടിച്ചു 1-ാം നമ്പർ കാറിൽ കൊണ്ടുവന്ന് ആണ് അയ്യപ്പ സംഗമത്തിലേക്ക് പോയത്. വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്ന പിണറായി വിജയന് പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അതുപോലെ ശശികലയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? എത്രയോ ആയിരക്കണക്കിന് വർഗീയ പ്രസംഗങ്ങളല്ലേ. അതുപോലെ പ്രതീഷ് വിശ്വനാഥൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സുഗതൻ്റെ, വത്സൻ തില്ലങ്കേരിയുടെ, കേരളത്തിലെമ്പാടും ഇവർ നടത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് കാണാതിരിക്കുന്നത് പിണറായി വിജയൻ്റെ അന്ധതയല്ല, അത് സംഘപരിവാർ കണ്ണിലൂടെ മാത്രം കാണുന്നത് കൊണ്ടാണ്. ഇതൊന്നും കേൾക്കാതിരിക്കുന്നതല്ല, അത് സംഘപരിവാറിൻ്റെ കാതാണ് പിണറായി വിജയൻ, സംഘപരിവാറിൻ്റെ കണ്ണാണ്, സംഘപരിവാറാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. RSS വൽക്കൃതമായ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, RSS കാരനായിട്ടുള്ള കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ഇത് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കാൻ ധൈര്യമില്ലാത്തത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണല്ലോ, ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി വോട്ട് തേടേണ്ടത് ഭരണ നേട്ടങ്ങൾ പറഞ്ഞു തന്നെ ആയിരിക്കണം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെ കുറിച്ചെല്ലാം അപവാദ കഥകൾ പറയുകയും വ്യക്തിപരമായി താങ്കൾ അതിൻ്റെ ഒരു ഇരയാണ് എന്നിരിക്കെ ഇങ്ങനത്തെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ? ഭരണ നേട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഭരണനേട്ടം ഇല്ലാത്തത് കൊണ്ടല്ലേ 4-ാം വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖം മാത്രം 15 കോടി രൂപ ചെലവഴിച്ച് ദേശീയപാതയോരത്ത് ഫ്ലെക്സ് അടിച്ചു വെച്ചത്. ഇവര് നടത്തിയ ഭരണ നേട്ടങ്ങൾ ഏതാ? ഒന്നാമത്തത് പറഞ്ഞ് ദേശീയപാത ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൃത്യമായ ഇടവേളകളിൽ തിരക്കിട്ട പരിശോധനകൾ നടത്തുന്നു, കൂടിയാലോചന നടത്തുന്നു, അവലോകനം നടത്തി മഴ പെയ്തപ്പോൾ അത് പൊട്ടിപ്പൊളിച്ചു ഒലിച്ചുപോയി. അപ്പോൾ പറയാം അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്, ഞങ്ങളുടെ അല്ല എന്ന് പറയും. അതുവരെ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയായിരുന്നു. മഴയിൽ പൊട്ടിപ്പൊളിച്ചു പോയപ്പോൾ അത് ഇച്ഛിച്ചാന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അങ്ങനെ ഓരോന്നും ഇവർക്ക് സാധാരണക്കാരൻ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ, ഞാൻ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മേൽവിലാസമാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ 2011 മുതൽ 16 വരെയുള്ള സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ പണിതുയർന്നോ വിമാനത്താവളം വരുന്നോ മെട്രോ റെയിൽ വരുന്നതോ മാത്രമല്ല, അത് വികസനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മറ്റു പല മാർഗങ്ങളാണ്. ഇതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വികസനം. ഈ 2 രീതിയിലും കേരളത്തിലെ ജനങ്ങളെ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്ത സമീപകാല മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ദുരന്തത്തിൻ്റെ ആഴം. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വൻകിട പദ്ധതിയും കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നടത്തിയ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ മെട്രോയുടെ അടിയിൽ ഒരു U-ടേൺ ഉദ്ഘാടനം ചെയ്യാമെന്ന് കൊണ്ടുവന്ന ഒരു ചുമന്ന കത്രിക. അവിടെ വലിച്ചു കെട്ടിയ വള്ളി പോലും, പ്ലാസ്റ്റിക് വള്ളി പോലും വല്ലവനും കെട്ടിയതാണ്. പൊട്ടിക്കിടന്ന് കൂട്ടിച്ചേർത്തിട്ട് കത്രിക കട്ട് ചെയ്യുക. ഒരു പ്രോജക്റ്റ് ഇവർ ഓപ്പൺ ചെയ്തിട്ടില്ല, ഒരു തൊഴിലവസരം സൃഷ്ടിച്ചിട്ടില്ല, ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തിട്ടില്ല, വിദ്യാഭ്യാസ രംഗം തകർത്തു, ആരോഗ്യ മേഖല തകർത്തു, ആഭ്യന്തര വകുപ്പ് മുഴുവൻ RSSന്റെ പിടിയിലമർന്നു, കൃഷി വകുപ്പ് തകർന്നു, വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണായി, ഒരു മേഖലയും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് 230 ദിവസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു, പെൻഷൻ കിട്ടാത്ത ആളുകൾ തെരുവിൽ സമരം ചെയ്യുന്നു, റേഷൻ മുടങ്ങുന്നു, ശമ്പളം മുടങ്ങുന്നു, ക്ഷേമനിധി മുടങ്ങുന്നു, എൻഡോസൾഫാൻ ദുരിതബാധിതർ അല്ലെങ്കിൽ ഹീമോഫിലിയ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിടപ്പ് രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ, ഇവരൊക്കെ ദുരിത കയത്തിൽ മുങ്ങിക്കിടക്കുക. സർക്കാരിന് മറുപടിയില്ല.